ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി നമ്മുടെ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്യുന്നതിൻ്റെ സബോള, ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ച് കാണിക്കാം. ഇതാണ് ഉപ്മാവിൻ്റെ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു പീസ് സബോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത് മൂന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാം ഓയിലാട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ തീർന്നിരിക്കാൻ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൂത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ റവ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് വെക്കുന്നതാണ് കേട്ടോ. പച്ചറവ നമ്മളൊരിക്കലും ഇടാൻ പാടില്ല. അത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞൊരു പരുവത്തിലൊക്കെ നമ്മൾ ആദ്യം റവ വറുത്ത് വെക്കണം. അപ്പോൾ ഏകദേശം മൂപ്പായിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ ലേശം മഞ്ഞൾപ്പൊടി ഇടുവാണേ. ഇതൊന്ന് ഉള്ളു മതി. ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. 2 പേർക്ക് കഴിക്കാനുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് പൊങ്ങി വരണം. അപ്പോഴാണ് നമ്മൾ പൊടിയിടുന്നത്, റവ ഇടുന്നത്. ഈ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ പാകമായ ഉപ്പ് ഇതിലിട്ട് കൊടുക്കണം. കാരണം ആദ്യം നമ്മൾ ചെറിയൊരു അംശമായ ഉപ്പാണ് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ പാകത്തിന് അനുസൃതമായിട്ടുള്ള ഉപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും അറിയാലോ, ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പാകമായൊരു ഉപ്പ് നിങ്ങളിതിലിടാൻ അഭ്യർത്ഥിക്കുന്നു. ഏകദേശമൊക്കെ നമ്മുടെ ഉപ്മാവിൻ്റെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, പൊടി ഇടുക കേട്ടോ. ഇളക്കി കൊടുക്കണം. ഉള്ള കൂട്ടുകാർ, നമ്മളതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ഗാർണിഷ് കിട്ടാനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ അങ്ങനെ ടേസ്റ്റ് ആവാനും വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. സോ നമ്മുടെ റെഡി.